ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അനുവിനടുത്ത് മാപ്പും സോറിയൊക്കെ പറഞ്ഞാലും നിന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് അലോക് അനുവിനെ ഭീഷണിപ്പെടുത്താട്ടോ. അത് കാരണം തന്നെ അനുവിനെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. സുകന്യാണെങ്കിൽ അതിനപ്പുറം. മോളെ അനു, അവനോടൊരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ദേ, അവൻ ആ പിന്നാമ്പുറത്ത് ആ റോഡിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. നീ ഒന്ന് പോയി കണ്ടിട്ട് ഒരു മാപ്പോ സോറിയോ പറഞ്ഞിട്ട് തിരിച്ചു വാ. അത് സുകന്യേച്ചി ഒന്ന് പൊയ്ക്കേ, ഞാൻ പറഞ്ഞ സത്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ ഇടിച്ചു കയറി കല്യാണത്തിന്റെ മുഹൂർത്ത സമയത്ത് വന്ന എല്ലാം കുളമാക്കും. പിന്നെ എന്താ സംഭവിക്കാന്ന് അറിയാലോ. ദേ, ബാലേട്ടനും അതുപോലെ തന്നെ ഗോമതി ചേച്ചിക്ക് അത് സഹിക്കാൻ പറ്റില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിക്കും മോളെ. അതുകൊണ്ട് മോൾ എത്രയും പെട്ടെന്ന് ഒന്ന് പോ, എന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു വാ. ഇവിടെ ആരും അറിയാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ അനു ആണെങ്കിൽ അലോകിനോട് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. അനുവിനെ ഒന്ന് പുറത്ത് കിട്ടാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു അലോക്. അലോകിന്റെ അടുത്തേക്ക് വന്നിട്ട് അനു പറയുന്നുണ്ട്, അലോകെ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു, നിന്നെ വിശ്വസിച്ചു. നീ പറഞ്ഞു രണ്ട് കുടുംബങ്ങളുടെ വഴക്ക് തീർക്കാൻ നമുക്ക് ഒന്നാവാണെങ്കിൽ സാധിക്കുമെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. നിന്റെ കൂടെ നിന്നവളല്ലേ ഞാൻ. എന്നിട്ട് നീ എന്നെ ചതിച്ചില്ലേ. എന്തായാലും ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാണ്. എന്നോട് ക്ഷമിക്ക്. ഞാൻ എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്താണെങ്കിൽ ഞാൻ നിന്നോട് സോറി പറയാം. എന്നോട് ക്ഷമിക്ക്. ഞാൻ കാല് പിടിച്ച് മാപ്പ് പറയാം എന്നൊക്കെ അനു പറയുമ്പോഴേക്കും അലോക് പൊട്ടിച്ചിരിക്കുകയാണ്. അനു ചോദിക്കണ്ട്, എന്തിനാ അലോകെ നീ പൊട്ടിച്ചിരിക്കുന്നത്? ഇതാണോ നിന്റെ സോറി പറച്ചില്? ഇതാണോ നിന്റെ മാപ്പ് പറച്ചില്? ഇതൊരുമാതിരി എന്നെ കൊരങ്ങ് കളിപ്പിച്ചിട്ട് എന്നെ ഒരുമാതിരി ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനൊരു വാഴയാണെന്ന രീതിയിൽ എന്നെ പറഞ്ഞിട്ട് അവസാനം നീ എന്തോ നല്ലവളാവുന്ന പോലെ മാപ്പ് സോറി എന്നൊക്കെ പറഞ്ഞ അതെങ്ങനെയാടി സോറി ആവാ എന്ന് ചോദിക്കാണ്. അലോകെ, പ്ലീസ്, എന്നെ വീട്ടിൽ അന്വേഷിക്കുന്നുണ്ടാവും, എനിക്ക് പോണം. നീ പോവില്ല, എനിക്ക് പോണോന്ന് എന്ന് പറഞ്ഞിട്ട് അനു അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അതേസമയം ബാലനും ഗോമതിയും ഉറങ്ങാൻ പോലും അവർക്ക് പറ്റുന്നില്ല. കാരണം നാളെ വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിനെ പടിയിറക്കി വിടുവാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും വിഷമോ ഒരു വേവലാതി, പിന്നെ സന്തോഷവും ഉണ്ട്. ജീവന്റെ വീട്ടുകാർ അത്രയും നല്ല അടിപൊളി വീട്ടുകാരായതുകൊണ്ട് അതിന്റെ ഒരു സന്തോഷവും സമാധാനം അവരുടെ മുഖത്തുണ്ട് കേട്ടോ. എന്നാലും ഉറങ്ങാൻ പറ്റുന്നില്ല. നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ബാലനോട്, നാളെ നമ്മുടെ അനുമോള് നമ്മുടെ വീട്ടിൽ നിന്ന് പോകുവാണല്ലേ. അത് എല്ലാ പെൺപിള്ളേരും അങ്ങനെയല്ലേ. ഒരു പ്രായത്തിൽ കഴിയുമ്പോഴേക്കും നമ്മുടെ കടമ തീർന്നു. പിന്നെ അവർക്ക് ഭർത്താവായി, കുട്ടികളായി, അവരുടെ കാര്യങ്ങളായി, അവരുടെ ലോകമായി, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. എന്നാലും പെൺകുട്ടികളാവുമ്പോഴേക്കും ഒരു പ്രായമാകുമ്പോ നമ്മുടെ അടുത്ത് പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ ഗോമതി, നീ എന്തിനാ ഇങ്ങനെ വിചാരിക്കണത്? അതെ, ജീവനും മോളും ഇവിടെ തന്നെയല്ലേ നിൽക്കാൻ പോണത്. അവർ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകും. ജീവന്റെ അച്ഛനും അമ്മയും അടുത്ത മാസം വീണയുടെ അടുത്തേക്ക് UK പോവുക. അപ്പോ മോൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കാലോ. പിന്നെ മാത്രല്ല, ജീവൻ നല്ല ഒരു സ്വഭാവമാണ്. അതിന്റെ മോൾ നിനക്ക് മനസ്സിലായതുമാണല്ലോ. അതുകൊണ്ട് അവിടുത്തെ നമ്മൾ പറയുമ്പോഴൊക്കെ അവരിവിടേക്ക് വരും. എന്നാലും മുമ്പത്തെ പോലെ അനുമോൾ ഇവിടെ ഉണ്ടാവില്ലല്ലോ ബാലേട്ട. രാവിലെ ബാലേട്ടൻ കൊണ്ടുവരുന്ന ആ വട കഴിക്കാൻ വേണ്ടി അനുമോൾ ഇനി ഇവിടെ ഉണ്ടാവില്ലല്ലോ. നീ പറഞ്ഞ കേട്ടാത്തൊന്നും അവൾ ഏതോ അറവുശാലിലേക്ക് വിടുവാണെങ്കിൽ നല്ലൊരു കുടുംബത്തിലേക്കല്ലേ ഗോമതി വിടുന്നത്. അല്ല, അത് ആലോചിച്ച് സന്തോഷത്തോടെ നീ കിടന്ന് ഉറങ്ങ് എന്ന് പറഞ്ഞിട്ട് ഗോമതിനെ സമാധാനത്തോടെ കിടത്തി ഉറക്കാൻ നോക്കാണ് നമ്മുടെ ബാലൻ. പക്ഷെ ബാലനും ഉറക്കമൊന്നും വരുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു സമാധാനക്കേട്. തന്റെ മോളൊന്ന് കാണണമെന്ന് ബാലന് ആ രാത്രി തോന്നുവാണ്. തന്റെ മോളുടെ റൂമിലേക്കൊന്ന് പോയാലോ, തന്റെ മോളൊന്ന് കണ്ടാലോ. തന്റെ മോൾ ഇതുപോലെ സുഖമായിട്ട് തന്റെ വീട്ടിൽ കിടന്നുറങ്ങണത് ഇപ്പോഴായിരിക്കില്ലേ, നാളെ വേറൊരാളുടെ സ്വത്തായി പോകാൻ പോവാണ് അവള്. ഇനി അച്ഛനും അമ്മയെന്ന് പറഞ്ഞത് സെക്കൻഡറി തിങ് മാത്രമാണ്. ഫസ്റ്റ് പ്രിഫറൻസ് ഭർത്താവ്, കുട്ടികൾ, കുടുംബം, അതൊക്കെ തന്നെയായിരിക്കും. തന്റെ മോളെ തനിക്കൊന്ന് കാണുന്ന ബാലന് അതിയായ ആഗ്രഹം. ബാലൻ നമ്മുടെ അനുവിന്റെ റൂമിലേക്ക് പോകാൻ വേണ്ടി പോകുക കേട്ടോ. അതേസമയം അനു ആണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോണ അലോകിന്റെ അടുത്ത്. അലോക് അനുവിനെ പിടികൂടാൻ വേണ്ടി പോകുമ്പോഴേക്കും തൊട്ടു മുൻപിൽ ഒരു കാറ് വരുവാണ്. ആ കാറിൽ നിന്ന് ഒരു 5-6 ഗുണ്ടകളെ പോലത്തെ ചെറുപ്പക്കാരെ ഇറങ്ങുന്നുണ്ട്. അവരെ കാണുമ്പോൾ അനു പറയുന്നുണ്ട്, എന്നെ രക്ഷിക്കണം, അയാൾ എന്നെ ഉപദ്രവിക്കാൻ നോക്കുവാണ്, എന്നെ അയാളുടെ അടുത്ത് നിന്ന് രക്ഷിക്കണം, നാളെ എന്റെ വിവാഹമാണ്, എന്നെ രക്ഷിക്കണം എന്ന് പറയാണ്. അത് കേട്ട് ആ ഗുണ്ടകൾ പൊട്ടിച്ചിരിക്കുകയാണ്. അലോകും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അനുവിന് മനസ്സിലാവുന്നത് ഇത് അലോകിന്റെ ഗുണ്ടകളാണെന്ന്. അലോക് പറയണ്ട്, പിടിച്ചു കയറ്റി വണ്ടിയിലേക്ക് കയറ്റിട്ട് ഇവിടെ എന്ന് പറയാണ്. അനു അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കാണ്. തൊട്ടു പിന്നാലെ ഗുണ്ടകളും അലോകൊക്കെ തന്നെ പുറകിലുണ്ട് കേട്ടോ. അതേസമയം ബാലനാണെന്നുണ്ടെങ്കിൽ റൂമിലേക്ക് നോക്കുമ്പോഴേക്കും റൂം തുറന്നിരിക്കുകയാണ്. മോളിത് ഇവിടെ പോയി, വല്ല ബാത്റൂമിൽ പോയി കാണുമായിരിക്കും. മോളെ മോളെ എന്ന് പറഞ്ഞ ബാത്റൂമിൽ മുട്ടുമ്പോഴേക്കും അവിടെയും വാതിൽ തുറന്നായിരിക്കണത്. മോൾ ഈ സമയത്ത് ഇത് എവിടെ പോയി? ഇനി ഏട്ടത്തിമാരുടെ കൂടെ എങ്ങാനും ഉറങ്ങാൻ വേണ്ടി, ഒരുമിച്ച് ഉറങ്ങാൻ വേണ്ടി അവരുടെ കൂടെ എങ്ങാനും ആയിരിക്കോ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ആര്യൻ പുറത്തേക്ക് ഇറങ്ങാട്ടോ. എന്താ അച്ഛാ? ഒന്നുമില്ല. മിത്ര റൂമിലുണ്ടോ? ഉണ്ടല്ലോ, അവൾ ഉറങ്ങി. നാളെ രാവിലെ എഴുന്നേക്കേണ്ടതാണല്ലോ. പിന്നെ അനുവിനെ ഒരുക്കേണ്ടതല്ലേ. ആകാശും മീനാക്ഷി മോളൊക്കെ അവരൊക്കെ നേരത്തെ കിടന്നു വച്ചാ. ആണോ? എന്താ അച്ഛാ? ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നീ എന്താ വന്നത്? അല്ല അച്ഛാ, എന്തോ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട്. നാളെ നമ്മുടെ അനുമോള് വേറൊരു വീട്ടിലേക്ക് പോവല്ലേ, അതാണ് തോന്നുന്നു, ഒരു ടെൻഷൻ പോലെ. അങ്ങനെയൊന്നും ഇല്ലടാ, നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നീ തന്നെ രാവിലെ പോയി മുല്ലപ്പൂവും കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ട് വരാം. അറിയാലോ? അറിയാ അച്ഛാ, ഞാൻ രാവിലെ 4:30 എഴുന്നേറ്റ് പോയിക്കോളാം. ശരി, സമയം ഇപ്പൊ അറിയാലോ, 2 മണിയായി. 2 മണിക്കൂർ പോലും ഉറങ്ങാനില്ല. നീ പോയി ഉറങ്ങ് എന്ന് ആര്യനോട് പറയാണ് ബാലൻ കേട്ടോ.
നമ്മുടെ ധർമ്മനും ചില സംശയങ്ങളൊക്കെ തോന്നും കേട്ടോ. കാരണം ധർമ്മനോട് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സുകന്യയും അനുവും കൂടി പുറകെ വന്ന് നിന്നിരുന്നല്ലോ. ധർമ്മൻ അവരെ കണ്ടില്ലെങ്കിലും ധർമ്മൻ ഒരു സംശയം, ഈ കല്യാണ സമയത്ത് എന്തായാലും അലോക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കില്ല. ബാലനും അത് നന്നായിട്ട് അറിയാം, എല്ലാവർക്കും അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ആണുങ്ങളെല്ലാം തന്നെ അലേർട്ട് ആയിരുന്നു കേട്ടോ. അനുവിന് എന്തെങ്കിലും സംഭവിക്കോ എന്നൊരു ടെൻഷൻ. ആ സമയം അലോക് ആണെന്നുണ്ടെങ്കിൽ ഓടി ഓടി എത്തി അവസാനം അനുവിനെ പിടികൂടുന്നുണ്ട്. കാറിലേക്ക് കയറ്റി അനുവിനെ അവിടുന്ന് കടത്താൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ അത് നടക്കില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ബാലനും ധർമ്മനും അതുപോലെ തന്നെ ആര്യനും ആകാശക്കുള്ളിടത്തോളം കാലം അതൊന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ മലയാളത്തിൽ എന്തായാലും അവര് തന്നെയായിരിക്കും നമ്മുടെ അനുവിനെ രക്ഷിക്കുന്നത്. പക്ഷെ തമിഴിൽ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ. തമിഴിൽ വിവാഹത്തിന്റെ ആ ഒരു മുഹൂർത്ത സമയം ഉണ്ടല്ലോ, പെണ്ണ് അമ്പലത്തിൽ വരുന്ന സമയം, ആ സമയത്ത് നമ്മുടെ അനു സഞ്ചരിച്ച വാഹനത്തിന്റെ ഡ്രൈവറായിട്ട് നമ്മുടെ അലോക് പോകുകയും അങ്ങനെ അനുവിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോവുകയും മുഹൂർത്ത സമയത്ത് പെണ്ണെത്താതെ മുഹൂർത്തം തെറ്റിപ്പോവുകയും അപ്പോഴും ചെക്കന്റെ വീട്ടുകാരും അനുവിനെ തെറ്റിദ്ധരിക്കണമെന്നില്ല, അവരിപ്പോ വരുമായിരിക്കും, വല്ല ബ്ലോക്കിലും പെട്ടതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുഹൂർത്തം കഴിഞ്ഞ് പെണ്ണെത്തിയില്ല. അതിനുശേഷം ആ വണ്ടി തിരിച്ചവിടേക്ക് വരുന്നുണ്ട്. അനുവിനെ കാണാൻ വേണ്ടി എല്ലാവരും ഓടി പോകുമ്പോഴേക്കാണ് അനുവിന്റെ നെറ്റിയിൽ സിന്ദൂരം കഴുത്തിലെ മഞ്ഞച്ചെരടും കാണുന്നത്. അനുവിന്റെ വിവാഹം കഴിഞ്ഞു അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. തൊട്ടു പിന്നാലെ അനുവിന്റെ വരനായിട്ടുള്ള അലോകു ഇറങ്ങി വരുന്നുണ്ട് കാറിൽ നിന്ന്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ്. ബാലിന് ചെറിയൊരു നെഞ്ചുവേദന പോലും ആ സമയത്ത് അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ വെച്ചിട്ട് അവർ ആ ബന്ധം രണ്ടും രണ്ടാക്കാണ്. ഇനി അനു അലോകും കൃഷ്ണമംഗലത്തിന് മാത്രം. അനു ഇനി കൃഷ്ണമംഗലത്തിന്റെ സ്വന്തം. ഇനി അനു എന്ന് പറഞ്ഞൊരാള് നമ്മുടെ ദേവമംഗലത്തില്ല എന്ന് ബാലൻ മുറിച്ച് പറയാണ്. പിന്നെ ചെക്കന്റെ വീട്ടുകാരും അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ നല്ല വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അനു തലേദിവസം രാത്രി അലോകിനോട് മാപ്പ് പറയാൻ വേണ്ടി പോണ ഭാഗം നല്ല സൂപ്പറായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാലനും ധർമ്മൻ മാമൻ തന്നെയാണ് നമ്മുടെ അനുവിനെ രക്ഷിക്കേണ്ടത്. അലോക് എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ പെടുന്ന പിടയ്ക്കേണ്ട ഒരു ജീവിതമല്ല അനുവിന്റെ. പ്രത്യേകിച്ച് നമ്മുടെ ജീവനെ പോലത്തെ നല്ലൊരു പയ്യന്റെ ആലോചന വന്നതുകൊണ്ട് തന്നെ, പിന്നെ മാത്രമല്ല ജീവനെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ജീവനും എന്തായാലും അനുവിനെ രക്ഷിക്കാൻ വേണ്ടി കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ അനുക്ക് വല്ലാത്തൊരു പേടിയുണ്ട്. ഇവിടെ നിന്ന് അനു രക്ഷപ്പെട്ടാലും മുഹൂർത്തം വരെ അപ്പോഴും സമയം കിടക്കുവാണല്ലോ. അനുവിന് ഇപ്പൊ ഇവിടെ നിന്ന് ബാലനും അതുപോലെ തന്നെ ധർമ്മനൊക്കെ രക്ഷിച്ചെന്നിരിക്കട്ടെ, പക്ഷെ മുഹൂർത്തം വരെ സമയം കിടക്കാണ്. മുഹൂർത്തം വരെ നമ്മുടെ അലോകിനും സമയമുണ്ട് വിവാഹം മുടക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ മുഹൂർത്തം വരെ അലോക് വിവാഹം മുടക്കും എന്ന് തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രാക്ക് തമിഴിലെ പോലെ തന്നെ പോകും കേട്ടോ. ഒരു വ്യത്യാസവും ഇല്ല. അതായത് ബാക്കി പിന്നെ ദേവിയുടെയും അതിപ്പോ ദേവിനെ പടിയിറക്കി പിണ്ടം വെക്കലായിരിക്കും ആനന്ദ് പിന്നീട് സത്യങ്ങളൊക്കെ വീട്ടിൽ തുറന്നു പറയും. അതായത് അനു പോയില്ലേ, അനു പോയി കഴിയുമ്പോഴേക്കും വീട്ടിലാകെ ഒരു ദുരന്തം പോലെയായിരിക്കും. ഒരു മരിച്ച വീട് പോലെ തന്നെയായിരിക്കും നമ്മുടെ ദേവമംഗലം ഇരിക്കുന്നത്. ആ സമയത്ത് ആനന്ദ് അവിടെ വേറൊരു ബോംബ് പൊട്ടിക്കുകയാണ്. നമ്മുടെ ദേവി ഒരു ഫ്രോഡാണെന്നും ദേവി ഒരു കള്ളിയാണെന്നും ദേവിയുടെ വീട്ടുകാരൊരു ഫ്രോഡാണെന്നും ഇപ്പോൾ ലോക പരമ കള്ളിയാണെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവിനെ പടിയിറക്കി വിടുവാണ്. അപ്പൊ അങ്ങനെ രണ്ട് ദുരന്തങ്ങളാണ് ആ സമയത്ത് തമിഴിൽ നടക്കുന്നത്. മലയാളത്തിൽ അങ്ങനെ തന്നെ ആകും എന്നുള്ളത് നമുക്ക് ഈ വിവാഹം മുടങ്ങിയാലും മാത്രമേ അറിയാൻ പറ്റുള്ളൂ. മുടങ്ങിയെന്നുണ്ടെങ്കിൽ തമിഴിലെ സെയിം റിവ്യൂ തന്നെയായിരിക്കും സംഭവിക്കുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ജീവനെ വിവാഹം കഴിച്ച് നമ്മുടെ അനു സുഖമായിട്ട് ജീവിക്കും. ആ ലോകാണെങ്കിൽ പിന്നെ വിവാഹം കഴിഞ്ഞ് നമ്മുടെ അനുവിനെ ഉപദ്രവിക്കാനായിരിക്കും ശ്രമിക്കുന്നുണ്ടാവാം. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല കിടു എപ്പിസോഡായിരുന്നു. നാളത്തെ പ്രൊമോക്ക് വേണ്ടി കാത്തിരിക്കാം. പ്രൊമോ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ കേട്ടോ. അത്ര സൂപ്പർ ആയിട്ടുള്ള എപ്പിസോഡ് ആയിരുന്നല്ലോ ഇന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.